ചേർത്തല വാരനാട് മാക്ഡോവൽ കമ്പനി പുനരാരംഭിക്കാൻ നടപടി വേണമെന്ന് ആലപ്പി ഡിസ്ട്രിക്ട് ലോറി ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ആൻഡ് ക്ലീനേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും നിവേദനം സമർപ്പിച്ചു. ചേർത്തല വാരനാട് കമ്പനിയിൽ യുണൈറ്റഡ് സ്പിരിറ്റ്, യുണൈറ്റഡ് ബ്രൂവറീസ് എന്നീ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്നു. 1957 EMS സർക്കാരിൽ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ 20 ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയതാണ്. 2 സ്ഥാപനങ്ങളിലും കൂടി 1000-ലധികം തൊഴിലാളികൾ നേരിട്ടും അല്ലാതെ 600-ൽ പരം തൊഴിലാളികൾ അനുബന്ധ മേഖലയിലും ജോലി ചെയ്തു വന്നിരുന്നു. യൂണിയൻ അംഗങ്ങളായ 200-ൽ പരം തൊഴിലാളികളാണ് KSBCയുടെ 23 കേന്ദ്രങ്ങളിലേക്ക് ബ്രാൻഡിയും ബിയറും കയറ്റിക്കൊണ്ടിരുന്നത്. 2015 ജൂലൈ മാസത്തിൽ യുണൈറ്റഡ് സ്പിരിറ്റ് കമ്പനി ഉൽപ്പാദനം നിർത്തി. സ്ഥാപന ഉടമ വിജയ് മല്യ സ്ഥാപനം ബഹുരാഷ്ട്ര കമ്പനിക്ക് കൈമാറി. ഇതോടെ ഇവർക്ക് ഇവിടെ സ്ഥാപനം നടത്തുവാൻ താൽപ്പര്യമില്ലാതായി. 2019 മെയ് മാസത്തിൽ ബ്രൂവറിയും അടച്ചു. ഇപ്പോൾ 1800ഓളം തൊഴിലാളികൾക്ക് പൂർണ്ണമായും തൊഴിൽ നിലച്ച സ്ഥിതിയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ 3 പ്രാവശ്യം മന്ത്രിയുടെ ഓഫീസിൽ കോൺഫറൻസ് വിളിച്ച് പല കാരണങ്ങളാൽ തീരുമാനം എടുക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം 2020 മാർച്ച് 24-ന് മന്ത്രിയുടെ ഓഫീസിൽ വീണ്ടും യോഗം വിളിച്ചു. എന്നാൽ മാർച്ച് 23-ന് കേന്ദ്ര സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനാൽ ഈ യോഗവും നടന്നില്ല. കോൺഫറൻസുകളിൽ കമ്പനി ഉടമകൾ, യൂണിയൻ പ്രതിനിധികൾ, ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ, ലേബർ കമ്മീഷണർ, ചേർത്തല MLA തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അനുകൂലമായ സാഹചര്യം നിലവിലുണ്ട്. യുണൈറ്റഡ് ബ്രൂവറി കമ്പനിക്ക് സ്ഥലം നൽകിയാൽ അവർക്ക് ഉൽപ്പാദനം തുടങ്ങി കൂടുതൽ തൊഴിലാളികൾക്കും തൊഴിൽ നൽകുവാൻ തയ്യാറാണെന്ന് 2019 ഫെബ്രുവരി 23-ന് നടന്ന കോൺഫറൻസിൽ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യൂണിയൻ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, ധനകാര്യമന്ത്രി, എക്സൈസ് മന്ത്രി, തൊഴിൽ മന്ത്രി, കൃഷിമന്ത്രി, ഫിഷറീസ് മന്ത്രി തുടങ്ങിയവർക്ക് ഇത് സംബന്ധിച്ച നിവേദനം നൽകിയിട്ടുണ്ടെന്ന് യൂണിയൻ പ്രസിഡന്റ് CB ചന്ദ്രബാബു, ജനറൽ സെക്രട്ടറി G ശിവപ്രസാദ്, ഖജാൻജി VK തങ്കപ്പൻ എന്നിവർ അറിയിച്ചു.